നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിചിത്രമായ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് പണ്ടത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങളുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, ഒട്ടനവധി അവസരങ്ങളുണ്ട്. എങ്കിലും ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വലിയ വിരസതയോ സമ്മർദ്ദമോ ഒറ്റപ്പെടലോ അല്ലെങ്കിൽ സന്തോഷമില്ലായ്മയോ അനുഭവപ്പെടാറില്ലേ? ലോകം കൂടുതൽ എളുപ്പമായി തോന്നുമ്പോഴും സന്തോഷം മാത്രം എന്തുകൊണ്ട് ഇത്ര പ്രയാസകരമാകുന്നു? ഇതിന് പിന്നിൽ മിക്കവരും ശ്രദ്ധിക്കാത്ത ഒരു രഹസ്യമുണ്ട്. എന്തുകൊണ്ടാണ് സന്തോഷം ചിലപ്പോൾ ഇത്ര ബുദ്ധിമുട്ടായി തോന്നുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്നത്തെ ജീവിതം വളരെ വേഗത്തിലാണ് നീങ്ങുന്നത്. പണ്ടത്തേക്കാൾ കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ വിചിത്രമെന്ന് പറയട്ടെ, പലരും ഇപ്പോഴും അസ്വസ്ഥരും മാനസികമായി തളർന്നവരുമാണ്. യഥാർത്ഥ പ്രശ്നം പുറത്തല്ല, അകത്താണ്. ഈ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ എങ്ങനെ നേരിടണമെന്ന് നമ്മുടെ മനസ്സിനെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കാം. വീഡിയോയുടെ അവസാനം വരെ കൂടെ ഉണ്ടാകണം. കാരണം നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തെ സാവധാനം തിരികെ കൊണ്ടുവരും. സന്തോഷം ഇന്ന് എന്തുകൊണ്ട് ഇത്ര പ്രയാസകരമാകുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ലളിതമായ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജീവിതം എല്ലായ്പ്പോഴും ഇത്ര സങ്കീർണമായിരുന്നില്ല. ഏതാനും പതിറ്റാണ്ടുകൾ പിന്നോട്ട് പോയാൽ ജീവിതം തികഞ്ഞതൊന്നുമായിരുന്നില്ല. ആളുകൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ജോലികൾ കഠിനമായിരുന്നു. എങ്കിലും പലരും ലളിതമായ സന്തോഷം അനുഭവിച്ചിരുന്നു. കുടുംബങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിച്ചു, ആളുകൾ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചു, ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷം നൽകി. ഒരു സുഹൃത്തിനൊപ്പം കുടിക്കുന്ന ഒരു ചായ, മുറ്റത്ത് കളിക്കുന്ന കുട്ടികൾ, ശാന്തമായ ഒരു വൈകുന്നേരം. അന്ന് സന്തോഷം എന്നത് വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നില്ല, അതൊരു ലളിതമായ അനുഭവമായിരുന്നു. ആധുനിക ജീവിതത്തിന്റെ വേഗതയാണ് ഏറ്റവും വലിയ മാറ്റം. മനുഷ്യ മനസ്സിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിലാണ് ഇന്നത്തെ ലോകം സഞ്ചരിക്കുന്നത്. ഇൻഫർമേഷൻസ് എല്ലായിടത്തുമുണ്ട്. ഫോണുകൾ, മെസ്സേജുകൾ, സോഷ്യൽ മീഡിയ, വാർത്തകൾ എല്ലാം നിരന്തരം നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബ്രെയിൻ ഓരോ ദിവസവും ആയിരക്കണക്കിന് വിവരങ്ങളാണ് സ്വീകരിക്കുന്നത്. എന്നാൽ നമ്മുടെ ബ്രെയിൻ ഇത്രയധികം സമ്മർദ്ദം താങ്ങാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല. അതിന്റെ ഫലമോ? മനസ്സ് ഓവർലോഡ് ആകുന്നു. മനസ്സ് അമിത ഭാരത്തിലാകുമ്പോൾ സമാധാനം കണ്ടെത്താൻ പ്രയാസമാണ്. സമാധാനമില്ലാതെ സന്തോഷം അനുഭവപ്പെടുകയുമില്ല. നമ്മൾ അറിയാതെ ചെയ്യുന്ന മറ്റൊരു ശീലമുണ്ട്. അത് മറ്റുള്ളവരുമായുള്ള കമ്പാരിസൺ ആണ്. പണ്ട് നമ്മൾ ചുറ്റുമുള്ള കുറച്ചാളുകളുമായി മാത്രമേ നമ്മളെ താരതമ്യം ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളുമായി നമ്മളെ കമ്പയർ ചെയ്യുന്നു. ആരോ യാത്ര ചെയ്യുന്നു, ആരോ പുതിയ വീട് വാങ്ങുന്നു, മറ്റൊരാൾക്ക് പ്രമോഷൻ ലഭിക്കുന്നു. അവർ കൂടുതൽ സന്തോഷവാന്മാരാണെന്നും സമ്പന്നരാണെന്നും നമുക്ക് തോന്നുന്നു. എന്നാൽ ഓൺലൈനിൽ നിങ്ങൾ കാണുന്നത് അവരുടെ ജീവിതത്തിലെ ഹൈലൈറ്റ്സ് മാത്രമാണ്. അത് പൂർണ്ണമായ കഥയല്ല. എങ്കിലും നമ്മുടെ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും, എൻ്റെ ജീവിതം എന്തുകൊണ്ട് അങ്ങനെയാകുന്നില്ല? ഈ താരതമ്യം നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ കെടുത്തുന്നു. മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുമ്പോൾ മനസ്സ് ഇവിടെ അല്ലാതാകുന്നു. ഒന്നുകിൽ അത് ഭൂതകാലത്തിലായിരിക്കും, അല്ലെങ്കിൽ ഭാവിയിലെ ആശങ്കകളിലായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അവർ എന്നോട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായി സംഭവിക്കുമോ, നാളെ എന്ത് സംഭവിക്കും എന്നിങ്ങനെ ഭാവിയെ ഓർത്ത് ആകുലപ്പെടും. എന്നാൽ സന്തോഷം നിലനിൽക്കുന്നത് ഈ നിമിഷത്തിൽ, ഈ പ്രസന്റ് മൊമെന്റിൽ മാത്രമാണ്. മനസ്സ് ഇവിടെയില്ലെങ്കിൽ സന്തോഷം എങ്ങനെ അനുഭവപ്പെടും? ഇന്ന് നമ്മൾ നൂറുകണക്കിന് ആളുകളുമായി ഓൺലൈനിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും പലർക്കും വലിയ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു. കാരണം യഥാർത്ഥ ബന്ധത്തിന് സാമീപ്യം ആവശ്യമാണ്. കേൾക്കാനും മനസ്സിലാക്കാനും വികാരങ്ങൾ പങ്കുവെക്കാനും സമയം വേണം.
ഒരു മെസ്സേജിന് നേരിട്ടുള്ള സംസാരത്തിന് പകരമാകാൻ കഴിയില്ല. ഒരു ലൈക്ക് ബട്ടന് ഒരു പുഞ്ചിരിക്ക് പകരമാകാൻ കഴിയില്ല. ഹൃദയബന്ധങ്ങൾ ഇല്ലാതാകുമ്പോൾ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. ജയം കൈവരിച്ചാൽ മാത്രമേ പൂർണ്ണത ലഭിക്കൂ എന്ന് പലരും വിശ്വസിക്കുന്നു. വിജയം തെറ്റല്ല, പക്ഷേ വിജയം മാത്രമാണ് ജീവിതത്തിന്റെ അളവുകോൽ എന്ന് വരുമ്പോൾ സമാധാനവും സംതൃപ്തിയും നഷ്ടപ്പെടുന്നു. എനിക്ക് ഇനിയും നേടാനുണ്ട് എന്ന് മനസ്സ് എപ്പോഴും ചിന്തിക്കുമ്പോൾ സന്തോഷം നീട്ടിവെക്കപ്പെടുന്നു. നമ്മൾ മനസ്സിനെ പഠിപ്പിക്കുന്നത് ഇതാണ്: ഒരു നല്ല ജോലി കിട്ടുമ്പോൾ ഞാൻ സന്തോഷവാനാകും, കൂടുതൽ പണം സമ്പാദിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും. എന്നാൽ ജീവിതം അങ്ങനെയല്ല. ഒരു ലക്ഷ്യം കഴിഞ്ഞാൽ മനസ്സ് അടുത്തത് തേടും. സന്തോഷം എപ്പോഴും ദൂരേക്ക് മാറിക്കൊണ്ടിരിക്കും. സന്തോഷം എന്നത് പുറത്തുനിന്ന് കണ്ടെത്തേണ്ട ഒന്നല്ല, അത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ഒരേ സാഹചര്യത്തിൽ ഒരാൾക്ക് നന്ദിയുള്ളവനായിരിക്കാനും മറ്റൊരാൾക്ക് ദുഃഖിതനായിരിക്കാനും കഴിയും. വ്യത്യാസം സാഹചര്യത്തിലല്ല, മനസ്സിലാണ്. ശരീരത്തിന് വ്യായാമം വേണ്ടതുപോലെ മനസ്സിനും പരിശീലനം ആവശ്യമാണ്. പരിശീലനം ലഭിക്കാത്ത മനസ്സ് അസ്വസ്ഥമായിരിക്കും. എന്നാൽ അവബോധത്തിലൂടെ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ നിങ്ങൾ കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിന് പകരം ചിന്തിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടതല്ല, അത് മാനസികമായ ബഹളങ്ങൾക്കിടയിൽ മറഞ്ഞുപോയതാണ്. അല്പസമയം നിശബ്ദമായിരിക്കുക. അനാവശ്യമായ താരതമ്യങ്ങൾ ഒഴിവാക്കുക. ചെറിയ കാര്യങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കുക. ആളുകളോട് നേരിട്ട് സംസാരിക്കുക. മനസ്സിന് വിശ്രമം നൽകുക. മനസ്സ് ശാന്തമാകുമ്പോൾ സന്തോഷം തേടിപ്പോകേണ്ടതില്ല, അത് താനേ വന്നുകൊള്ളും. ഇന്ന് ഒരു ചെറിയ തുടക്കം കുറിക്കാം. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചുവെങ്കിൽ അല്പനേരം കണ്ണടച്ച് ശാന്തമായിരിക്കുക. നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ജീവിതത്തിന്റെ വേഗത കുറയ്ക്കുന്നതാണ് സന്തോഷത്തിലേക്കുള്ള ആദ്യപടി. നിങ്ങളുടെ മനസ്സിനെ പരിരക്ഷിക്കുക, കാരണം നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ സൃഷ്ടിക്കുന്നത്. താങ്ക് യു.